കൊല്ലം ആയൂരിൽ ബൈക്ക് മോഷ്ടിച്ച് കടന്നു കളഞ്ഞ രണ്ടംഗ സംഘത്തെ ചടയമംഗലം പോലീസ് പിടികൂടി. കൊല്ലം ഈസ്റ്റ് ഷാഡോ പോലീസ് SPO ഷെഫീഖിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം നൽകിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. കൊല്ലം അഞ്ചാലുംമൂട് സരിതാ ഭവനിൽ പ്രവീൺ, കൊല്ലം ജവഹർ ജംഗ്ഷനിൽ മുഹമ്മദ് താരിഖ് എന്നിവരാണ് പിടിയിലായത്. പിടിയിലായ മുഹമ്മദ് താരിഖ് 30ഓളം കേസുകളിൽ പ്രതിയാണ്. ഇക്കഴിഞ്ഞ ജൂൺ 13-ാം തീയതിയാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. കൊല്ലം ആയൂർ അകമണ്ണിലുള്ള കാർ ഫാഷൻസ് അക്സസറീസ് എന്ന കടയുടെ മുൻവശത്ത് സൂക്ഷിച്ചിരുന്ന പൾസർ ബൈക്കാണ് മോഷണം പോയത്. ഇതുമായി ബന്ധപ്പെട്ട് ചടയമംഗലം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. കഴിഞ്ഞ ദിവസം കൊല്ലം ഈസ്റ്റ് ഷാഡോ പോലീസ് മറ്റൊരു കേസുമായി ബന്ധപ്പെട്ട് കൊല്ലത്തുള്ള പ്രതികളുടെ വീട്ടിലെത്തുകയും ചോദ്യം ചെയ്യുന്നതിനിടയിൽ പ്രതികളിൽ ഒരാളുടെ കൈക്ക് പരിക്കുപറ്റിയതായി കണ്ടെത്തുകയും ചെയ്തു. ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയ അന്വേഷണത്തിൽ പ്രതികൾ 1.5 മാസത്തിനു മുമ്പ് ബൈക്ക് ഓടിച്ച് അപകടത്തിൽപ്പെടുകയും അപകടത്തിൽപ്പെട്ട ബൈക്ക് കണ്ണനല്ലൂർ പോലീസ് സ്റ്റേഷനിൽ ഉള്ളതായി വിവരം പോലീസിനോട് പറയുകയും ചെയ്തു. തുടർന്ന് കൊല്ലം ഈസ്റ്റ് ഷാഡോ പോലീസ് കണ്ണനല്ലൂർ പോലീസുമായി ബന്ധപ്പെട്ടു. കണ്ണനല്ലൂർ പോലീസ് ബൈക്കുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ശേഖരിക്കുകയും വാഹനത്തിന്റെ നമ്പരും എൻജിൻ നമ്പരും ഉപയോഗിച്ച് ആയൂരിൽ കാർ ആക്സസറീസ് ഷോപ്പ് നടത്തുന്ന എഴുകോൺ സ്വദേശിയായ ബൈജുവിനെ ബന്ധപ്പെട്ടു. തുടർന്നാണ് ആയൂരിൽ നിന്നും ബൈക്ക് മോഷണം പോയതാണെന്ന് സ്ഥിരീകരിച്ചത്. പോലീസിനെ വിവരമറിയിക്കുകയും ചടയമംഗലം പോലീസ് പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങുകയും ചെയ്യുകയായിരുന്നു. പ്രതികളെ ആയൂരിലെ ഷോപ്പിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. CI സുനീഷ്, SI മോനീഷ്, SI ദിലീപ്, GSI ഫ്രാങ്ക്ലിൻ, വേണു, ഉല്ലാസ്, ജോബി എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പ്രതികളെ പിടികൂടിയത്. ന്യൂസ് ബ്യൂറോ, കായംകുളം.